ഇടത് വലത് മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം ഏറ്റുമുട്ടാനൊരുങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും വി.ഡി. സതീശനുമാണ്. അതായത് ഇരുവരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു അന്തരീക്ഷമാണ്. ഇനി LDF-ലേക്ക് വരികയാണെങ്കിൽ LDF-ന് UDF-നെ ഇക്കുറി അടപടലം തോൽപ്പിക്കുക എന്ന് പറയുന്നതല്ല സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കാം. എന്നാൽ അതേസമയം തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം 20-ൽ 20 നേടാൻ സാധിച്ചില്ലെങ്കിൽ പോലും 15-ൽ കുറയാത്ത ഭൂരിപക്ഷം നേടുക എന്നുള്ളത് തന്നെയാണ് ഇക്കുറി UDF-ന്റെ അജണ്ട അഥവാ സ്ട്രാറ്റജി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ കേവലം ഒരു സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു LDF-ന് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം തന്നെയുള്ള വലിയൊരു മുന്നേറ്റം ഇനി LDF-ന് സാധ്യമാകുമോ എന്നുള്ളൊരു ചോദ്യം യഥാർത്ഥത്തിൽ LDF-ന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ UDF-നെ അടപടലം തോൽപ്പിച്ച് ഇല്ലാതാക്കുക എന്ന് പറയുന്ന സ്ട്രാറ്റജിയെ മാറ്റി നിർത്തിക്കൊണ്ട് 13 മുതൽ 16 സീറ്റ് വരെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇക്കുറി LDF-ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ UDF-നെ പരിശോധിക്കുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ അത് 15 സീറ്റുകൾക്ക് താഴേക്ക് പോകാത്ത വിധത്തിൽ തന്നെ തങ്ങളുടെ സീറ്റ് നില ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് UDF-ന്റെ ലക്ഷ്യം. അതിനുള്ള കളങ്ങളെല്ലാം തന്നെ ഇരുഭാഗങ്ങളിലും ഒരുങ്ങിക്കഴിഞ്ഞ പ്രചരണങ്ങളെല്ലാം തന്നെ അതിതീവ്രമായി അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന അന്തരീക്ഷവുമാണ്. ഇനി വി.ഡി. സതീശനിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ചുക്കാൻ പിടിക്കുക എന്ന് പറയുന്നത് അത് ഒട്ടും പുതിയ കാര്യമല്ല. അദ്ദേഹത്തിന്റെ കഴിവ് പല തവണകളായിട്ട് തെളിയിച്ചതാണ്. അക്കാര്യത്തിൽ അദ്ദേഹം കേമനായ ഒരു നേതാവ് തന്നെയാണെന്ന് പല ആവർത്തി തെളിയിച്ചിട്ടുമുണ്ട്. അതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അതല്ല ഇനി ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിൽ പോലും അതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും പലപ്പോഴായിട്ട് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സാഹചര്യത്തിൽ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ ഇപ്പോൾ മത്സര രംഗത്തേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ UDF-ന്റെ ചുക്കാൻ പിടിക്കുന്നത് അത് പ്രതിപക്ഷ നേതാവിലേക്ക് പൂർണ്ണമായും ഒതുങ്ങിപ്പോയിരിക്കുകയാണ് ആ ചുമതല എന്ന് പറയുന്നത്. ഇത് തന്നെയാണെങ്കിലും സുധാകരനെ UDF എന്ന് പറയുന്ന ആ വലിയൊരു ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പ്രചരണങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മണ്ഡലങ്ങളിൽ ശക്തമായി തന്നെ പ്രചരണം നടത്തേണ്ടതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം തിരക്കിലുമായിരിക്കും. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനാണ് ഈ ചുമതലകളെല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. പക്ഷേ ഇത് വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും തന്നെ അത്ര പുത്തരിയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളായ തൃക്കാക്കരയാണെങ്കിലും അതല്ല പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുകളാണെങ്കിലും എല്ലാം തന്നെ അദ്ദേഹത്തിന് കൃത്യമായൊരു നേതൃപാഠവുമെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആ നേതൃപാഠവും പലതവണ വിമർശിക്കപ്പെട്ടെങ്കിലും പോലും പക്ഷേ അദ്ദേഹം തന്നെയാണ് മുന്നോട്ട് വന്നുകൊണ്ട് ആ പ്രചരണങ്ങളെല്ലാം തന്നെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ആ പ്രചരണങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം അണികൾക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ ചില വാക്കുകൾ പറയാറുണ്ട്. അതായത് ഈ ഇലക്ഷൻ പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്ക് തന്നെയായിരിക്കും, താൻ തന്നെ ഏറ്റെടുക്കുകയാണ്. ഇനി അഥവാ അത് ജയിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് കൂടിയുള്ളതാണ്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ എല്ലാവരുടെയും വിജയമായി തന്നെയാണ് അദ്ദേഹം അതിനെ കാണുന്നത്. അതായത് കൃത്യമായി തന്നെ എല്ലാവർക്കും ആത്മവിശ്വാസവും എല്ലാവർക്കും പ്രചോദനവും നൽകുന്ന രീതിയിൽ കൃത്യമായി തന്നെ ഒരു പ്രചരണത്തിന് അല്ലെങ്കിൽ ആ പ്രചരണ തന്ത്രം നെയ്തെടുക്കാനായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകമായി പ്രാവീണ്യമുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. മുൻപ് പലപ്പോഴാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും വി.ഡി. സതീശൻ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള ചരിത്രമെല്ലാം തന്നെ നമ്മൾക്ക് കൃത്യമായി തന്നെ ഇതെല്ലാം തന്നെ കുറിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് കനത്ത പരാജയം, അതായത് 15 സീറ്റിൽ താഴെ 10 സീറ്റിൽ താഴെ UDF-ന് നേടുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്രയും താഴേക്ക് UDF-ന്റെ സീറ്റ് നില പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ തന്നെയായിരിക്കും മറുപടി പറയേണ്ടി വരിക എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഒരർത്ഥത്തിൽ KPCC പ്രസിഡന്റായി കെ സുധാകരൻ തുടരുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ സുധാകരനും ഒരു വെല്ലുവിളിയായി തന്നെ വരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ സേഫ് സോണിൽ തന്നെയാണ്. പക്ഷേ വി.ഡി. സതീശൻ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടി വരിക. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു ഓളം ഇക്കുറി ഉണ്ടാക്കാൻ സാധിക്കാത്തതും വലിയ രീതിയിൽ സീറ്റിന് ഭൂരിപക്ഷം കുറയുന്നതെല്ലാം തന്നെ അതിനെല്ലാം തന്നെ മറുപടി പറയേണ്ടി വരുന്നത് വി.ഡി. സതീശൻ തന്നെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനത്തിന് പോലും വലിയ തരത്തിലുള്ള വെല്ലുവിളി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് അകത്തുള്ള പോരാണെങ്കിൽ കൃത്യമായി തന്നെ പുറത്തേക്ക് പ്രകടമാകുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ആരോപണങ്ങളാണെങ്കിലും വാദങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയത്തിൽ പ്രകടമാകാനുള്ള സാധ്യത ഏറെയാണ്. ഇനി LDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന്റെ നേതൃസ്ഥാനത്തേക്ക് അഥവാ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കാനായിട്ട് എത്തുന്ന നേതാവ് എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഫിഗർ ആയി മാറുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആയി മാറുന്നത്. അദ്ദേഹത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ LDF-ന്റെ രാഷ്ട്രീയം പറഞ്ഞതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇനി LDF-നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളാണെങ്കിലും അദ്ദേഹത്തിന്റെ നേതൃപാഠങ്ങളാണെങ്കിലും എല്ലാം തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ വാക്കിന് മുകളിൽ മറ്റാരും തന്നെ സംസാരിക്കുന്നില്ല. ഒരു അന്തിമ വാക്കായിട്ട് പിണറായി വിജയന്റെ വാക്കുകൾ കാണുന്ന ഒരു കൃത്യമായ അച്ചടക്കമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ LDF അത് പലപ്പോഴും പ്രകടമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പിണറായി വിജയന്റെ വാക്കുകൾക്ക് അല്പം കൂടി കർക്കശ സ്വഭാവം കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എതിർ
എതിരായിട്ട് ആ പാർട്ടിയിൽ നിന്ന് പോലും ഒന്നും തന്നെ വരാറില്ല. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും ദേശീയ തലത്തിലെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് BJPയുടെ ഐക്കൺ എന്ന് പറയുന്ന തലത്തിൽ തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ LDFന്റെ ഐക്കണായി മാറിയിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. LDF ആണ് CPM-നെ മാറ്റി നിർത്തി കഴിഞ്ഞ് LDF എന്ന് പറയുമ്പോൾ പോലും അവിടെ പിണറായി വിജയൻ തന്നെയാണ് ഒരു ഐക്കണായി വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്ന ഒരു വിമർശനം യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി വലിയ ചർച്ചയായി മാറുന്നുണ്ട്. മാത്രമല്ല സർക്കാരിന്റെ ദൂർത്ത് എന്ന് പറയുന്നത് വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും മാത്രമല്ല വൈദ്യുത മേഖലകളാണെങ്കിലും സ്കൂളുകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഇതെല്ലാം തന്നെ വളരെ വലിയ തരത്തിൽ തന്നെ ചർച്ചയാകുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. പക്ഷേ അവിടെയെല്ലാം തന്നെ ആ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഒരു ഇമേജായി വളരാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫിഗറായിട്ട് ഒരു പൊളിറ്റിക്കൽ ഫിഗറായി മാറാനായിട്ട് പിണറായി വിജയന് സാധിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ രംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ VD സതീശനെ പോലെ എല്ലാത്തിനും കൃത്യമായി മറുപടി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. കാരണം VD സതീശനേക്കാൾ ഒരർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫിഗറായി നിൽക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ LDFനാണെങ്കിലും UDFനാണെങ്കിലും ഒരു ജീവൽ മരണ പോരാട്ടം തന്നെയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം 15 സീറ്റിലേക്ക് താഴുക എന്ന് പറയുന്നത് അത് വളരെ വലിയ നാണക്കേട് ഉണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ച തന്നെയാണ്. അതേസമയം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം 10 സീറ്റിന് മുകളിലേക്ക് നേടുക എന്നുള്ളത് ദേശീയ പാർട്ടി എന്ന പദവി കൂടി നിലനിർത്തുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വം കൂടി യഥാർത്ഥത്തിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. LDF എന്ന് പറയുമ്പോൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ CPIM-ന് വളരെ വലിയ രീതിയിൽ തന്നെ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. വലിയൊരു ജീവൽ മരണ പോരാട്ടമായി തന്നെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇനി 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുന്നത് VD സതീശനും പിണറായി വിജയനും തന്നെയാണ്. അതായത് രണ്ട് മുന്നണികളുടെ, അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശക്തരായ രണ്ട് മുന്നണികളുടെ രണ്ട് നേതാക്കൾ എന്ന നിലയിൽ പിണറായി വിജയനും VD സതീശനും തന്നെയാണ് നേർക്കുനേർ ഏറ്റുമുട്ടാൻ പോകുന്നത്.